നമ്മളിപ്പോൾ സംസാരിക്കാൻ പോകുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന സിനിമാ ഡയറക്ടറായ ശ്രീ രാജീവ് നാഥിനോടാണ്. സാർ നമസ്കാരം. സാർ, ഇപ്പോൾ ഈ 13ാമത് അന്തർദേശീയ DC പുസ്തകമേളയിൽ നിൽക്കുമ്പോൾ ഈ വായനയുടെ ഈ കാലഘട്ടത്തിലെ പ്രസക്തിയെപ്പറ്റി എന്തെങ്കിലും പറയാമോ? ഇതിൻ്റെ ക്രൗഡ് വെച്ചിട്ടാണ് എനിക്കറിയില്ല. അപ്പം പക്ഷേ റീഡിങ് ഈസ്, ഞാനൊക്കെ എത്രയോ വലുതായിട്ട് എന്തെങ്കിലും ഇഫ് അറ്റ് ഓൾ യു ഹാവ് അച്ചീവ് സംതിങ് ദാറ്റ് ഈസ് ത്രൂ റീഡിങ്. ആൻഡ് ഇൻഫാക്ട് ഇവിടെ ഇത്ര ആൾക്കാർ വന്ന് പുസ്തകം നോക്കുന്നു, വാങ്ങിക്കുന്നു, വളരെ സന്തോഷമുള്ള കാര്യമാണ്. കാരണം ഇപ്പം ഇപ്പോഴത്തെ ജനറേഷൻ റീഡിങ് ഹാബിറ്റ് ഇല്ലായിക്കൊണ്ടിരിക്കുകയല്ലേ. എല്ലാവരും കമ്പ്യൂട്ടറിന് മുമ്പിലൊക്കെ ആയിട്ട് പീപ്പിൾ ആർ സോർട്ട് ഓഫ് ആ ഒരു റീഡർഷിപ്പ് ഇസ് സ്ലോലി കമ്മിങ് ഡൗൺ. ബട്ട് ഇറ്റ് ഈസ് സോ നൈസ് ആൻഡ് ഇറ്റ്സ് ഹാർട്ട്ലി വെൽക്കം സീ ദറ്റ് പീപ്പിൾ ആർ ബൈയിങ് ബുക്സ് ആൻഡ് റീഡിങ്. അപ്പോൾ നാച്ചുറലി വലിയ സന്തോഷമുണ്ട്. സാർ, ഇപ്പോഴത്തെ സാറ് പറഞ്ഞാൽ തന്നെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ടെക്നോളജി ഒരുപാട് ഇമ്പ്രൂവ് ആയി. കാരണം ഇപ്പം ഫേസ്ബുക്ക്, ബുക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞു. അപ്പോൾ ഇതിനൊക്കെ നമ്മുടെ തലമുറയെ ഒരുപാട് അഡ്വേഴ്സ്ലി എഫക്ട് ചെയ്തെന്ന് തോന്നുന്നുണ്ട്. ഉറപ്പായിട്ടുണ്ട്. അത് ഇത്രയും ടെക്നോളജി അഡ്വാൻസ് നല്ലതാണ്. പക്ഷേ ടെക്നോളജി അഡ്വാൻസ് ചെയ്തുകൊണ്ട് വേറെ പലയിടത്തും കുഴപ്പങ്ങളുണ്ടായി. ഫോർ എക്സാമ്പിൾ വിഷ്വൽ മീഡിയ സിനിമയിലും പിന്നെ ഇപ്പം ഞാൻ പറയാം, നമ്മളിപ്പോൾ ഒരു ബുക്ക് ഓപ്പൺ ചെയ്ത് വായിക്കുന്ന സുഖവും ഒരു ബുക്ക് വായിക്കുന്നതും നമ്മുടെ ഐപാഡ് വായിക്കുന്നത് ഇറ്റ് മേക്സ് ലോട്ട് ഓഫ് ഡിഫറൻസ്. അപ്പോൾ നാച്ചുറലി എനിക്കൊന്ന് ഇതുപോലുള്ള മേള, ഈ DC ബുക്സ് പോലുള്ള ഇങ്ങനെ ഇത് നടത്തി കാർണിവൽസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ പീപ്പിൾ ഷുഡ് ബൈ ബുക്സ് ആൻഡ് റീഡ് ബുക്സ്. മനസ്സിലായില്ലേ സാറിന് ഈ ഹാർഡ് കോപ്പി ബുക്സ്, നമ്മുടെ സാധാരണ ഈ ബുക്ക് കാണുമ്പോഴത്തേക്ക് ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് തോന്നിയിട്ടുണ്ടോ ബുക്കുകളോട്? ഉറപ്പായിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഓടി വരുന്നത് ഇവിടെ തുടങ്ങി വരുമ്പോഴത്തേക്ക്. അപ്പോൾ ഞാനിപ്പോൾ റെഗുലറായിട്ട് DCയുടെ എല്ലാം ബൈ ലോട്ട് ഓഫ് ബുക്സ്. പക്ഷെ ഇപ്പോൾ ഇത് ഇത്രയും ബുക്കുകൾ ഒന്നിച്ചിട കാണുമ്പോഴത്തേക്ക് ഒരു എന്താ പറയുക, വിഷ്വൽ ട്രീറ്റ്. അതുകൊണ്ടാണ് സമയമില്ലെങ്കിൽ നമ്മളൊന്നും മേടിക്കാൻ ഉപരിയായിട്ട് യു ആർ ലുക്കിംഗ് അറ്റ് ഓൾ ദ ബുക്സ്. ഇത്രയും സ്പേസ് ഉള്ള സ്ഥലത്ത് വന്നിട്ട് ആവശ്യമുള്ള നമ്മൾ മേടിച്ചുകൊണ്ട് പോകുന്നു. ഇതുവരെ വായിച്ചാൽ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്തൊരു ബുക്ക് അല്ലെങ്കിൽ ഓത്തർ എന്ന് പറയാനായിട്ട്? 100 Years of Solitude, ഗാർഷ്യ മാർക്കേഡ്. ദാറ്റ് ഈസ് ഇൻ്റർനാഷണൽ ലെക്ചർ. എനിക്ക് വലിയ ഇഷ്ടമുള്ള RK നാരായൺ. ഞാൻ RK നാരായണൻ്റെ ബുക്ക് കിട്ടിയാൽ പിക്ക് വൺ ബുക്ക് ഇന്ത്യൻ ഓത്തേഴ്സിൽ. പിന്നെ ഓഫ്കോഴ്സ് ലോട്ട് ഓഫ് ഓത്തേഴ്സ്. ബട്ട് ഷേക്സ്പിയർ കഴിഞ്ഞാൽ പിന്നെ ആസ് എ സ്റ്റുഡൻറ്റ് ഓഫ് ലിറ്ററേച്ചർ ഗ്രേഷ്യ മാർക്കസിനാണ് മൈ ഐഡിയൽ ഓതർ. സർ, ഇനി സിനിമയുമായി ബന്ധപ്പെട്ടൊരു കാര്യം, ആ സിനിമയുടെ സാഹിത്യത്തിൻ്റെ അംശം അല്ലെങ്കിൽ അതിൻ്റെ ഒരു മാഗ്നിറ്റ്യൂഡ് കുറയുന്നു എന്ന് തോന്നുന്നുണ്ടോ? ഉറപ്പായിട്ടും. ബേസിക്കലി വി ആർ ടോക്കിംഗ് മലയാളം ഫിലിം. ഇറ്റ് ഈസ് ഡിറ്റീരിയേറ്റഡ് ബിക്കോസ് ബേസിക്കലി ഇപ്പോഴത്തെ ഫിലിമൊക്കെ ദേ ഡോണ്ട് റീഡ് ബുക്സ്. ആയിരുന്നു അവർ വായിക്കാത്തവരെന്ന് അറിയില്ല. പക്ഷേ നല്ല ഒരു സാഹിത്യ സൃഷ്ടിയും പഴയപടി വരുന്നില്ല. ഇപ്പോൾ അഫ്കോഴ്സ് ഞാനിപ്പോൾ എം ഡൂയിങ് എ ഫിലിം ഓൺ കാരൂർ നീരാണ് പിള്ളേർ പൊതിച്ചോറ്. ഇറ്റ്സ് എ വെരി ഫേമസ് ഷോർട്ട് സ്റ്റോറി. അപ്പം എനിക്കൊന്ന് ഇവിടുത്തെ ഫിലിം മേക്കേഴ്സ് വായനാശീലമില്ലാത്തതുകൊണ്ടായിരിക്കും ദേ ഡോണ്ട് കം ബിക്കോസ് ദർ ആർ ബ്യൂട്ടിഫുൾ ബുക്സ്, ബ്യൂട്ടിഫുൾ നോവൽസ്, ബ്യൂട്ടിഫുൾ സ്റ്റോറീസ് വിച്ച് ആർ ടോൾഡ് ബൈ അവർ ഇവിടുത്തെ ഓതേഴ്സ്. സോ എനിക്കൊന്ന് അത് ഇവരെ കുറേ വായിച്ചിട്ട് അതിൽ നിന്നൊക്കെ നല്ല ഇൻസ്പയർ ചെയ്ത് നല്ല സിനിമ ഉണ്ടാക്കാവുന്നേ ഉള്ളൂ. ഐ ഡോണ്ട് നോ വാട്ട് ഈസ് ഹാപ്പനിങ് നൗ. സാറിൻ്റെ പുതിയ പ്രോജക്റ്റ്? ഞാനിപ്പോൾ ആക്ച്വലി ഐ ആം ഡൂയിങ് ആനിമേഷൻ ഫിലിം ബേസ്ഡ് ഓൺ പഞ്ചായത്ത് രാജ്. ദാറ്റ്സ് എ ഹോളിവുഡ് പ്രൊഡക്ഷൻ. അല്ല, ഞാനിപ്പോൾ ആക്ച്വലി മലയാളം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഈ കാരൂർ നീരാണ്ട് പിള്ള അദ്ദേഹത്തിൻ്റെ പൊതിച്ചോറിനുള്ള വളരെ മലയാളത്തിലെ ബെസ്റ്റ് 10 ഷോർട്ട് സ്റ്റോറീസ് ഉള്ളതെന്നാണ് ചോദിക്കാറ്. പീരിയഡ് ഫിലിം, പീരിയഡ് സ്റ്റോറി കണ്ടംപറേറ്റ് ചെയ്യുന്നു. അതാണിപ്പം നെക്സ്റ്റ് പ്രോജക്റ്റ് ഇൻ മലയാളം. അപ്പോൾ ആഹവും അതുപോലെ പകൽ നക്ഷത്രങ്ങളും ഒക്കെ ഉള്ള ഇനിയും നല്ല ചിത്രങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്നു സാറിന്. സാർ, ഒരു റിക്വസ്റ്റും കൂടെ. നമ്മുടെ റേഡിയോ DC 90.4 എന്നൊരു കമ്മ്യൂണിറ്റി റേഡിയോ സർവീസ് ഉണ്ട്. അതിലേക്ക് ഒരു ആശംസ പറയാമോ? സാറിൻ്റെ പേരും കൂടെ പറഞ്ഞത്. ഞാൻ രാജീവ് നാഥ്, റേഡിയോ DCക്ക് എല്ലാ ആശംസകളും പറയുന്നു. താങ്ക് യു സാർ. താങ്ക് യു സാർ.